ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ പോവാമെന്നറിയാമോ? ധനുക്കുട്ടിക്ക് അംഗനവാടിയിൽ റാഗിപ്പൊടിയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ടീച്ചറെ വിളിച്ചിട്ട് പോവുകയാണ്. അപ്പം ധനുക്കുട്ടിയെ വീട്ടിലാക്കി. ഇതാണ് ഞങ്ങളുടെ പുതിയ അംഗനവാടി. മറ്റേത് പൊളിഞ്ഞൊക്കെ പോയതുകൊണ്ട് ഇത് പുതിയതാക്കിയതാണ്. കുറച്ച് പിള്ളേരേ ഉള്ളൂ, 5-6 പിള്ളേരേ ഉള്ളൂ. ഇതാണ് നിൽക്കുന്നതാണ് നമ്മുടെ ടീച്ചർ. ഈ പിള്ളേരാണ് കേട്ടോ. അതിൻ്റെ അകത്തൊക്കെ കുറേ പിക്ചറൊക്കെ വരച്ചിട്ടുണ്ട്. അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് അവരുടെ അത് തൂത്തു വാരുമായിരുന്നു. ധനുക്കുട്ടി എവിടെയെന്നൊക്കെയാണ് ടീച്ചർ ചോദിക്കുന്നത്. അച്ഛൻ്റെ അടുത്തിരുന്നോളുവോ എന്താണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്ക് റാഗിപ്പൊടി, ശർക്കരയും ചെറുപയറുമാണ് ഇന്നത്തെ ധനുക്കുട്ടിക്ക് കിട്ടുന്ന, ഈ മാസത്തെ ധനുക്കുട്ടിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ പിള്ളേരാണ് കേട്ടോ. ഒരു ചോറുണ്ട് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചതാണ്. അപ്പം അതേ ഒരു കുട്ടി നിൽപ്പില്ലേ, ഇവൻ പോകാനുള്ള ഓസ്ട്രേലിയക്കാരനാണ്. അവൻ കുറച്ച് ദിവസത്തേക്കും കൂടി ഉള്ളൂ, ഭാഷ പഠിക്കാൻ വന്നതാണ്. പിന്നെ അപ്പം നമുക്ക് ചെറുപയറൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ ഒരു കൊച്ചിന് ചോറ് വാരി കൊടുക്കുമായിരുന്നേ. ടീച്ചർ ഇതാ അടുക്കളയിലോട്ട് പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടുക്കള. ടീച്ചർ പയറൊക്കെ എടുത്തു. ഇതിപ്പോൾ എന്നോട് സൈൻ ചെയ്യാൻ പറഞ്ഞു. സൈൻ ചെയ്യുവാണ്. നമ്മൾ മേടിച്ചതിനുള്ള തെളിവ് വേണം. ഇപ്പോൾ സൈൻ ചെയ്യുവാണ്. കുട്ടികളൊക്കെ കളിക്കുവാണ്. കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പം എന്തോ കുട്ടികളൊക്കെ കുറവാണ്. എല്ലാവരും ഓരോ എല്ലാവർക്കും ഓരോ കുട്ടികളൊക്കെ ഉള്ളൂ. പിന്നെ ഇത് കുറച്ച് 2 പേര് തന്നെ അവിടെ സ്റ്റൂളൊക്കെ ഇട്ട് വാഷ് ബേസിൻ്റെ അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ഈ സുന്ദരമായ അംഗനവാടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പം ഇത്രയേ ഉള്ളൂ അംഗനവാടി വിശേഷങ്ങൾ. പിന്നെ ഇവർ കിടത്തി ഉറക്കും കേട്ടോ. 2:30-3 മണി വരെ ഇവരെ കിടത്തി ഉറക്കും. ദേവനൊക്കെ ആയിരുന്ന സമയത്ത് ഇതിന് നിറച്ചും ആൾക്കാരായിരുന്നു. 10, 18, 21 പിള്ളേരോളം ഉണ്ടായിരുന്നേ. ഇവരൊക്കെ നോക്കാൻ പാടായിരുന്നു. ആരെങ്കിലും ഇറങ്ങി പോയാൽ ആരാ പോയെന്ന് പോലും അറിയാം. പക്ഷേ ഇപ്പോൾ ഒരു 5-6 പിള്ളേരേ ഉള്ളൂ. നല്ല രസം. അതിൻ്റെ അകത്തൊക്കെ പിക്ചറും അതും ഇതൊക്കെ വരച്ച് ഞാനിപ്പം അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇവിടെ ലോക്ക് കട്ടയൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ അങ്ങോട്ടേക്ക്. ഞാൻ അങ്ങോട്ടേക്കുള്ള റോഡ് കാണിച്ചു തരാം. അത് കീഴും അമ്പലത്തിൻ്റെ അങ്ങോട്ടുള്ള റോഡാണ്. ഇത് ആ റോഡാണ്. ആ ആക്ടിവിറ്റി അവിടെ നേരെ ഉള്ളത്. എനിക്ക് ഈ ഓപ്പോസിറ്റ് റോഡ് വഴിയാണ് വരേണ്ടത്. പോരുന്ന വഴി ഞാനൊരു കടയിൽ കയറി. നമുക്ക് മേളിൽ പാർട്ടീഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭായിമാർ നിൽപ്പുണ്ട്. അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുക്കണം. അപ്പം ഞാൻ അവർക്ക് എന്തെങ്കിലും പപ്പട ബോളിയോ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു, ബണ്ണും ഒക്കെ. അപ്പം നമ്മുടെ കടയിലെ ചേച്ചിയാണ് കേട്ടോ, അത് സിനി ചേച്ചി. ഇവിടെ കടലമിഠായി ഇരിപ്പുണ്ട്, നമ്മുടെ പണ്ടത്തെ മിച്ചർ മിഠായിയൊക്കെ ഇരിപ്പുണ്ട്. ഞാനൊരു കവർ പാലും ഒരു കൂട് ബണ്ണും പിന്നെ പപ്പട ബോളിയൊക്കെയാണ് മേടിച്ചത്. ഇതാണ് നമ്മുടെ ആദ്യം ഞാൻ കാണിച്ചില്ല ആ കുപ്പിക്കകത്ത്, അതാണ് നമുക്ക് നേഴ്സറിയിൽ നിന്ന് കിട്ടി. ഇത് ഞാൻ മേടിച്ച സാധനങ്ങളാണ്. ഇത്രയൊക്കെ ഉള്ളൂ. ധനുക്കുട്ടി ദേ ഇവിടെ ഇരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.